പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 28-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4ാമത്തെയും അവസാനത്തേതുമായ ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചു. മറ്റൊരു വീക്കെൻഡിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഓരോ ദിനവും ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 57-ാം സങ്കീർത്തനം 3-ാം വാക്യം. സാംസ് 57:3 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്നെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. 57, 58, 59 എന്നീ അടുപ്പിച്ചുള്ള 3 സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ സ്വർണഗീതം എന്ന തലക്കെട്ടോടെ അറിയപ്പെടുന്ന സങ്കീർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് 57-ാം സങ്കീർത്തനം ശൗലിൽ നിന്നും രക്ഷ നേടി ഓടി ഗുഹയിൽ ഒളിക്കുന്ന സമയത്ത് ചമച്ച ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയുകയാണ്, എന്നെ വിഴുങ്ങുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ കരം നീട്ടി എന്നെ രക്ഷിക്കും. ഈ മലയാള വാക്കുകൾ അഥവാ പദപ്രയോഗങ്ങൾ നമുക്ക് പരിചിതമാണ്. പക്ഷേ അത് അല്പം കൂടെ വ്യക്തമാകണമെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും ഇറങ്ങേണ്ടിയിരിക്കുന്നു. ദാവീദിന്റെ ജീവിത അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശൗൽ ഇസ്രയേലിന്റെ 1ാമത്തെ രാജാവാണ്. തനിക്ക് മറിച്ചൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഓടി ഓടി മാറുകയാണ്. പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുകയാണ്. എന്നാൽ ദാവീദിന്റെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ദാവീദ് ഒന്ന് ശ്രമിച്ചാൽ ശൗലിനെ ഇല്ലായ്മ ചെയ്യാം. പക്ഷേ ദാവീദ് അതിന് മുതിരാതെ തനിക്കെതിരെ അനാവശ്യമായി കാരണം കൂടാതെ കൊല്ലുവാൻ ഓടി നടക്കുന്ന, പിന്നാലെ നടക്കുന്ന ശൗലിന്റെ അവസ്ഥ കണ്ട് ദൈവത്തോട് തന്റെ അപേക്ഷ സമർപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നമ്മിൽ പലരുടെയും അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് നിസ്സഹായ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ കാരണം കൂടാതെ ഞെരുക്കുന്നവർ ശക്തരാണ്, പ്രബലരാണ്. അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇച്ഛകൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കുന്നു, ഒഴിവാക്കുന്നു. തന്മൂലം നിരപരാധികൾ വേദനിക്കപ്പെടുന്നു. അവർക്ക് തിരിച്ചൊന്നും പറയുവാനോ ചെയ്യുവാനോ പറ്റാത്ത അവസ്ഥയിൽ വല്ലാതെ ഞെരുങ്ങുകയാണ്, തകരുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിലാണ് പറയുന്നത്, എന്നെ വിഴുങ്ങുവാൻ അവർ ഭാവിച്ചുകൊണ്ട് ധിക്കാരമാ കാണിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അവരുടെ കയ്യിൽ എന്നെ ഇട്ടുകൊടുക്കാതെ, വിഴുങ്ങുവാൻ അനുവദിക്കാതെ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ കരം നീട്ടി എന്നെ രക്ഷിക്കും. അതെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ ഞാൻ അറിയുന്നില്ല, നമുക്ക് പരസ്പരം അറിവുമില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും വളരെ വ്യക്തമായും കൃത്യമായും ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മുടെ സകല അവസ്ഥകളും തിരിച്ചറിയുന്നു.
നമ്മുടെ ഭാരങ്ങൾ, വേദനകൾ നാം വല്ലാതെ ഞെരുങ്ങുന്നത് നമ്മുടെ നിഷ്കളങ്കതയും സത്യസന്ധതയും എത്രമാത്രം തെളിയിക്കുവാൻ ശ്രമിച്ചാലും തെളിയിക്കുവാൻ പറ്റാത്തത്, മറ്റൊരാൾ മനസ്സിലാക്കാത്തത്, മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അവർക്ക് വ്യക്തമാകാത്ത നമ്മുടെ അവസ്ഥയിൽ നമ്മൾ വല്ലാതെ ഞെരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ശത്രുവിന് ഒരു കളിപ്പാട്ടമായി നമ്മെ തട്ടിക്കളിക്കുവാൻ ഇട്ടുകൊടുക്കാതെ സ്വർഗത്തിലെ ബലമുള്ള കരം നീട്ടി എന്നെയും നിങ്ങളെയും വിടിവിക്കുന്ന ഒരു ദൈവം, രക്ഷിക്കുന്ന ഒരു ദൈവം, വേണ്ട സമയത്ത് നമുക്ക് വേണ്ട പരിപാലനം നൽകി നമ്മുടെ മേൽ സ്വർഗത്തിലെ ദയയും വിശ്വസ്തതയും അയക്കുന്ന ഒരു ദൈവമാണ്. അതെ, ഇന്ന് വേദനയിൽ, നിരാശയിൽ, വിഷമത്തിൽ, ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളോ ഏതെങ്കിലും യുവജന സുഹൃത്തുക്കളോ ദൈവമക്കളോ ഉണ്ടോ? നിങ്ങളുടെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുക, തമ്പുരാനോട് ഇറക്കി വെക്കുക. അതെ, ദാവീദ് ചെയ്തതുപോലെ നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ സംഗീത പ്രമാണിക്ക് ഒരു സ്വർണഗീതം എഴുതിക്കൊണ്ട് തന്റെ ഉള്ളിലെ അവസ്ഥ തമ്പുരാനോട് പങ്കുവെച്ചിട്ട് തന്റെ ഉള്ളിന്റെ പ്രത്യാശ വിളിച്ചു പറയുകയാണ്. എന്നെ വിഴുങ്ങുവാനും, എന്നെ തകർക്കുവാനും, എന്നെ കൊല്ലുവാനും, എന്നെ ഇല്ലായ്മ ചെയ്യുവാനുമായി ആരാണ് ഓടി നടക്കുന്നത്? വെറും ഒരു ശൗലല്ല, ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവാണ്. അതെ, അങ്ങനെ ശക്തനായ, പ്രബലനായ ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവ് പോലും ഒരു ദൈവ പൈതലിനെതിരെ ഓടി നടക്കുമ്പോൾ തമ്പുരാൻ ദാവീദിനെ സംരക്ഷിക്കുന്ന വിധം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്, അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. അതുകൊണ്ട് അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ഇന്ന് പകൽ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കാം. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവയെല്ലാം തമ്പുരാന്റെ അടുക്കൽ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ കരം ഇന്ന് പകൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ഇറങ്ങി വരട്ടെ. ആ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ ആ കരങ്ങളാൽ എന്നെയും നിങ്ങളെയും കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും രക്ഷിക്കട്ടെ, വിടുവിക്കട്ടെ. ആ സുരക്ഷിതത്വത്തിന് കീഴിൽ സന്തോഷത്തോടും ദൈവകൃപയോടും കൂടെ ഇന്നത്തെ ദിനം കഴിപ്പാൻ ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ദാവീദിന്റെ ഇന്നത്തെ സങ്കീർത്തനവും ഈ വാഗ്ദത്ത വചനവും നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ശത്രു കാരണം കൂടാതെ ഞങ്ങളെ തകർക്കുവാൻ, ഞങ്ങളെ വിഴുങ്ങുവാൻ, ഞങ്ങളുടെ മേൽ ധിക്കാരം കാട്ടുവാൻ പുറപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഞങ്ങളെ വിടുവിക്കുന്നവനാണെന്ന് ദാവീദിന്റെ അനുഭവത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ അവസ്ഥയിൽ കൂടെ വിഷമത്തിലും ഭാരത്തിലും കൂടെ ഓടുന്നവരാണപ്പാ ഞങ്ങൾ. ഞങ്ങളുടെ വേദന അവിടുന്ന് അറിയുന്നു, ഞങ്ങളുടെ ഭാരം അവിടുന്ന് അറിയുന്നു. ഞങ്ങളെ വിഴുങ്ങുവാനും, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും, ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുവാനും ശത്രു പദ്ധതിയിടുമ്പോൾ തമ്പുരാന്റെ കരം ഞങ്ങൾക്ക് മീതെ ഇറങ്ങി ഞങ്ങളെ രക്ഷിക്കുന്നതാണെന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആ ബലമുള്ള കരത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ഞങ്ങൾ ആരംഭിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. പുത്തൻ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് ദൈവകൃപയോടെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു.
കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതാനുഭവം ദാവീദ് പങ്കുവെക്കുകയും ദൈവത്തിലുള്ള പ്രത്യാശ താൻ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ കുറച്ച് കാണണ്ട, പക്ഷേ അത് കണ്ട് ഭയപ്പെടുകയോ പിന്മാറിപ്പോകുകയോ ചെയ്യണ്ട. അതിലും വലിയ ശക്തിമാനായ ഒരു ദൈവം, വിടുവിക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്നും കരം നീട്ടി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയും വിടുവിക്കും, രക്ഷിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുക. നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ തന്റെ ദയയും വിശ്വസ്തതയും ചൊരിയുകയും അനുഗ്രഹത്തോടെ ഓരോ ദിനവും തന്റെ വലങ്കരം പിടിച്ച് നടത്തുകയും ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ സാക്ഷ്യത്തോടെ, ദൈവകൃപയോടെ, സന്തോഷത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.